ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുജാതാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ രാവിലെ അരച്ച ദോശയാണ് ആക്കുന്നത്. സാധാരണ തെക്കോട്ടെല്ലാം ദോശ എന്ന് പറഞ്ഞാൽ ഉഴുന്നുവരി അരച്ച ദോശയാണല്ലേ. പക്ഷെ നമ്മളെ ഒരു പയ്യന്നൂർ, കണ്ണൂർ, കാഞ്ഞങ്ങാട് ആ ഭാഗത്തെല്ലാം ഈ രാവിലെ അരച്ച ദോശ ഭയങ്കര പ്രാധാന്യമാണ്. അപ്പം കുറച്ചും കൂടി വടക്കോട്ട് പോയാലില്ലേ, ഇത് നീർദോശ, അത് നല്ലോണം വെള്ളമാക്കും. ഇത് അത്ര വെള്ളമാവില്ല സാധാരണ, എന്നാലും അത്യാവശ്യം വെള്ളം വേണം. ഇത് എന്തെല്ലാം കൂട്ടിയാൽ അറിയാം. ഞാൻ അരക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം ഒരു ഗ്ലാസ് പച്ചരി ഉണ്ട്, പിന്നെ ഒരു 2 പിടി ചോറ്. ഇപ്പോൾ ചോറ് അഥവാ ഇല്ലെങ്കിലില്ലേ, പിന്നെ നമ്മളെ അവൽ ലേശം ഒരു 2 മിനിറ്റ് വെള്ളത്തിൽ പുതിർത്തിട്ട് അത് അരക്കുമ്പോൾ കൂട്ടിയാലും മതി. പിന്നെ ഒരു 1/2 ഗ്ലാസ് തേങ്ങ. ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒരു പിടി തേങ്ങ വേണം. തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഓരോരാൾ ഉള്ളിയെല്ലാം ഇടും. പക്ഷേ ഈ രാവിലെ അരച്ച ദോശക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചരിയും ചോറും മാത്രം മതി. തേങ്ങയും വേണമെന്നില്ല. തേങ്ങ ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലേ, നമ്മളെ സാധാരണ നല്ല വറുത്തരച്ച കോഴിക്കറിയില്ലേ, ഇന്നലെ ചിക്കൻ കറി ആക്കിനെ, അതിൻ്റെ ലേശം ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് ദോശ തന്നെ ആക്കിയത്. ഈ രാവിലെ അരച്ച ദോശക്ക് ഭയങ്കര ടേസ്റ്റാണിത്. അപ്പം അതുകൊണ്ടാണ് ഈ നേരിയ ദോശ ആക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നമ്മളെ സാധാരണ ദോശക്കല്ലില്ലേ, അത് വെച്ചിട്ട് അതിന് ഇങ്ങനെ എണ്ണ തടണം. എണ്ണ നെയ്യായാലും ഭയങ്കര ടേസ്റ്റാവും. ഇത് സാധാരണ വെളിച്ചെണ്ണയാണ്. തടന്ന സാധനമില്ലേ, ഇനി പകരം നമ്മൾ വാഴക്കൈയാണ് ഉപയോഗിക്കല് പണ്ടെല്ലാം. ഇപ്പം പിന്നെ വാഴക്കൈ മുറിക്കാനല്ല, നമുക്ക് എല്ലാത്തിനും മടിയായിട്ട് വരുമല്ലേ ഇന്ന്. അപ്പോൾ പിന്നെ ഇത് കഴുകിയിട്ട് അവിടെ വെച്ചാൽ നെക്സ്റ്റ് ടൈം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇല്ലേ, ഇതിങ്ങനെ നല്ല ചൂടായിട്ടാകുമ്പം എണ്ണ ഇങ്ങനെ പരട്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ചൂടാവണം തോന്നുന്നു. നോക്കട്ടെ, ആയി. ഇങ്ങനെ ഒരു കയ്യിലെടുത്താൽ മതി. എന്നിട്ട് ദോശയാക്കാം. എന്നാൽ ആർക്കും പഠിപ്പിച്ചു തരണ്ട, എന്നാലും ഇങ്ങനെ കഴിയുന്നത്ര നേരിയതായിട്ട് പരത്താം. എന്നിട്ട് ഒരു അടപ്പെടുത്തിട്ട് അടക്കും. ഇങ്ങനെ കുറച്ചായിട്ടാകുമ്പോൾ നമുക്ക് ഇത് പിന്നെ ഇങ്ങനെ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഒരു അത്ര സമയം വെക്കണ്ട, കുറച്ച് സമയം മതി. ദോശയായി. നല്ല കുത്തല്ലേ ദോശ. ഇനി വീണ്ടും ഈ രാവിലെ അരച്ച ദോശയില്ലേ, അത് ഒരു കഷ്ണം എടുത്തിട്ട് ഈ ചിക്കൻ കറീൻ്റെ ഒരു കഷ്ണമൊന്നും വേണമെന്നില്ല, ആ വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെയുണ്ട്. വായിൽ വെക്കാൻ തോന്നില്ലേ, വായിൽ വെള്ളം വരുന്നില്ലേ. ഇത് തിന്നാലില്ലേ, നമുക്ക് വയറ്റിൽ എത്ര പറ്റുമോ അത്ര തിന്ന് മതിയായാലും വായിക്ക് മടുക്കൂല. ഇഷ്ടം പോലെ തിന്നാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഓക്കെ, ഉണ്ടാക്കി നോക്കണേ.